ഹലോ, ഗുഡ് മോർണിംഗ്. ലോച്ചിയൊക്കെ രാവിലെ തന്നെ പോയി. അവർക്ക് 10:15 ഫ്ലൈറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പോയി. ഞങ്ങൾക്ക് 3 മണിക്കാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം ഞാൻ സൈജാനോട് മദർ തെരേസയുടെ പള്ളിയൊക്കെ ഇല്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് നമ്മെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് 12 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. 12 മുമ്പേ ഇറങ്ങണം. കാരണം ഫ്ലൈറ്റ് 3-നാണ്. 3 മണിക്കാണ്. നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പം നമുക്ക് മദർ തെരേസ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇതിൽ എന്താ പറയുക, റിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ ഞാൻ സഹിച്ചാണ് ചിരിക്കൊന്ന്. അത് കാണിക്കാം, അത് കാണിച്ചോ അത് ശരിക്ക്. മഴയുണ്ട് കേട്ടോ, കുറച്ച് മഴയുണ്ട്. കുഴപ്പമില്ല, എല്ലായിടത്തും ഇതുണ്ട്. ഊബർ ടാക്സി ഉണ്ട്, പിന്നെ അല്ലാത്ത ടാക്സി ഉണ്ട്, പിന്നെ ഓട്ടോറിക്ഷകൾ കുറേ ഉണ്ട്. കോഴിയെ കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾക്ക് എക്സാക്ട് ലൊക്കേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓട്ടോറിക്ഷക്കാരൻ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ടുണ്ട് മദർ ഹൗസിൽ. ഇതിൻ്റെ എന്താ പറയുക, ടൈമിംഗ് പറഞ്ഞാൽ 12 മണി അല്ല, സോറി 10 മണി തൊട്ട് അതുപോലെ 10 മണി 8:30 to 12 മണിയാണ് രാവിലെ. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുടങ്ങുന്നുണ്ട്. ഇവിടെ ഒന്നും വീഡിയോ അലോഡ് അല്ലേ, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതാണ് മദറിൻ്റെ അടക്കിയിരിക്കുന്ന സ്ഥലം. അവിടെ കുറേ പേരൊന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ഇന്ത്യക്കാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. ഫിലിപ്പിനോസൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്ത് നമുക്ക് വീഡിയോസ് എടുക്കാം. അവിടെ എക്സിബിഷൻ ഹാളുണ്ട്. അവിടെ കുറച്ച് മദേഴ്സ് താമസിക്കുന്നുണ്ട്. കിച്ചൺ. ഞാൻ ഇറങ്ങി വരുന്നത് മദറിൻ്റെ റൂമിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടോ. ഒരു കുഞ്ഞു കട്ടിലും ഒരു കുഞ്ഞു മേശയും പിന്നെ ഫാനൊന്നുമില്ല അതിൽ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സോനിയർ ഷോപ്പിലാണത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു കപ്പും എനിക്ക് തോന്നുന്നു, പിന്നെന്താ നമ്മൾ മേടിച്ചത്, പിന്നെ മെഴുകുതിരി മേടിച്ചു, കുറേ ബുക്സും പേന മേടിച്ചു. ബുക്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് മേടിച്ചത്. അപ്പം ആ ബുക്ക് എടുത്തു കഴിഞ്ഞ് മിക്കവാറും ബുക്ക് മേടിക്കും. ഇൻസ്പിറേഷൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, മദർ തെരേസ ഇൻസ്പിറേഷൻ ഫോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇങ്ങനെ ബുക്കപ്പ് എടുത്തിട്ടുണ്ട്. 200 വാല, 250 and 20 ഇല്ല. ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് കണ്ടൊരു ടാക്സിയിൽ കയറിയിട്ടുണ്ട്. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെ ഇറങ്ങണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളി. ഞങ്ങൾ സൂക്ഷിച്ചൊരു സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടറിയണം അവിടെ ഇറങ്ങും, അവിടെ ചെന്ന് തന്നെ ചേരുമെന്നുള്ളത്. 150 റുപ്പീസാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഡ്രൈവറിൻ്റെ ഫോണിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് ഇപ്പം അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്താറായി തോന്നില്ല, എത്താറായി. ഇപ്പം എത്തും. മാർക്കറ്റ് റോഡിന് സൈഡിൽ വെച്ചിട്ടാണ് എല്ലാം വെക്കുന്നത്. എല്ലാം ഇവിടുത്തെ ഒരു വണ്ടികളുടെ ഒരു കിടപ്പ് വശം വെച്ചിട്ട് വണ്ടി എങ്ങനെ വേണ്ടത് കൊണ്ടുപോകാം. ഏത് വഴി വേണമെങ്കിലും ഇവരെടുക്കും. ആകെ ഭയ്യ, താങ്ക് യു. ഞങ്ങൾ യാത്രയാകാണ് കൽക്കട്ട. നമ്മൾ പോവാ. ടാറ്റ, കൊൽക്കത്തയ്ക്ക് വിടാം. ഹായ് ബോൾന പാപ്പ. ഹായ്. ഓക്കെ, we will meet again. Okay, come to Kerala. Okay. റെയിൽ ഗാഡി. രണ്ട് സൈഡ് റെയിൽ പാലമുണ്ട്. എന്റെ കുട്ടികൾ പാവങ്ങള്. ലടിക്കോ. കൽക്കട്ട മെഡിക്കൽ കോളേജ്. ആശുപത്രി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹം വരുമല്ലോ. നമ്മൾ ട്രാഫിക് ആയതിനാൽ ഇടയ്ക്കൂടെ ഒരു വഴി കയറിയിട്ടുണ്ട്. എല്ലാം പഴയ, ശരിക്കും പഴയ ബിൽഡിംഗ് ആണ് അല്ലേ. അങ്ങനെ തന്നെ ഒരു കൽക്കട്ട സ്വീറ്റ്സ് മേടിക്കാൻ പോകട്ടെ. കുറച്ച് എന്തെങ്കിലും മേടിക്കാൻ.
റിച്ച് ഇതാണ്. ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ഇതിൽ പോകുന്നതിന് വഴി എന്താ എയർപോർട്ട് പോകുന്നതിന് വഴി സ്വീറ്റ്സ് വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ 2 രസഗുള മേടിച്ചു. ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആയിരുന്നു. രസഗുള അല്ല, ഗുലാബ് ജാമുൻ മേടിച്ചു. അവർക്ക് ഉണ്ടാക്കി രസഗുള. അപ്പം കൈ കഴിക്കുമായിരുന്നു. ഈ സൈഡ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടി സുഹൃത്തുക്കളെ. ഫുഡ് കിട്ടി. എൻ്റെ ബാക്കിലൊരു വ്ളോഗർ വരുന്നുണ്ട്. വ്ളോഗറാണ്, പിച്ച് വെച്ച് നടക്കുന്ന വ്ളോഗർ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അടിപൊളി ഫുഡാണ്, ഇഷ്ടപ്പെട്ടു. ഇഡ്ഡലി കഴിച്ചു. ഞാൻ ഇഡ്ഡലി കഴിച്ചു. ഞാൻ പൂരിയും കഴിച്ചു, ഇഡ്ഡലിയും കഴിച്ചു. ഞങ്ങളുടെ വണ്ടി കിടപ്പട് ഞങ്ങളുടെ വണ്ടി. നമ്മൾ കൽക്കട്ട വരേണ്ട കാര്യം, വണ്ടി കയറുമ്പോൾ എന്നെ എല്ലാവരും ഫ്രണ്ടിലിരുത്തും. കാരണം ഞാൻ എനിക്ക് വന്നോളൂ. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടും എപ്പോഴും, അല്ലേ? ഇപ്പ എങ്ങനെയുണ്ട് യാത്ര? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. താനക്കൂട്ട എവിടെ അതിന്റെ എടുത്ത് ഇറുകിപ്പെട്ടുപോയോ? താനക്കൂട്ട ഒറ്റയ്ക്ക് നമുക്ക് ഫ്ലൈറ്റിലിരിക്കാലോ. ഓക്കെ. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി 1/2 hour താമസിച്ചു. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ചെറിയ ഗൗരവത്തിലാണ്. നിങ്ങൾ 1/2 മണിക്കൂർ താമസിച്ചു എന്ന് പറഞ്ഞു. വഴക്കുണ്ടാകേണ്ടി വരുമെന്ന് അറിയത്തില്ല. നമ്മള് വെൽക്കം ടു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഗുലാബ് ജാമുൻ എടുത്തു വെക്കുന്ന റൈസ് സാമൺ. നമ്മുടെ പെട്ടിയൊക്കെ ഇത്ര ഉള്ളൂ അല്ലേ? പെട്ടി 1 2 3 4 5 പെട്ടി, ഒരു ബാഗ്. അവിടെ ട്രോളി കൊണ്ടുവരുന്ന ആഷ്ലി മില്ലിയും ഡാൻപി ഡാനിയലും. താനപ്പോഴാണ് വണ്ടി കൊണ്ടുവരുന്നത്. ട്രോളി ബാഗ്, ട്രോളി. അവന് വയ്യ, അവൻ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ടൈം ടുഗദർ. അറിയില്ല, ഓച്ചിൻ്റെ കൂടെ സച്ചിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ആഷ്ലി മിന്റെ കൂടെ ഫസ്റ്റ് ടൈം. ഓഹോ, ഇത് ഞങ്ങൾ സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഓക്കെ, ചെക്കിങ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കയറാം. സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. എവിടെ മൈ ഡാൻഡിക്കുട്ടപ്പൻ? How do you feel? I am physically not paining. Why? പോകുന്ന ദിവസത്തിന്റെ മുടി നന്നായിട്ട് ഫസ്റ്റ് ഡേ ദൈവമേ. 102 ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം 102 തന്നെ വന്നിരുന്നു. എന്നാലും 1-2 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. നിധിക്കുട്ടനും ദിയാക്കുട്ടനും ലൗലി മമ്മിയൊക്കെ അവിടെ. റയിച്ചാൻ എങ്ങോട്ട് പോയി. ദാൻകുട്ടൻ ഇവിടെ. സോറി, ഞാൻ റയിച്ചാൻ പോയിരിക്കുന്നു. റയിച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാം കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നല്ല തണുപ്പുണ്ട്. ലോച്ചിയൊക്കെ ഡൽഹി വഴി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഡൽഹി ടു ഇവിടുന്ന് കൽക്കത്തയിൽ നിന്ന് ഡൽഹി ടു ട്രിവാൻഡ്രം അങ്ങനെയാണ്. അപ്പോൾ ഡൽഹിയിൽ ഇവരെ എത്തി. സച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടുന്ന് എനിക്കൊന്ന് ഡൽഹിയിൽ നിന്ന് അവർ 3 മണിക്കെങ്ങാണ്ടെന്തോ ഫ്ലൈറ്റ്, 3-4 മണിക്കാണ്. 6:15 അവർ ട്രിവാൻഡ്രം എത്തും. ഞങ്ങൾ നേരെ ഇവിടുന്ന് ചെന്നൈയാണ്. ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരി. അങ്ങനെ നെടുമ്പാശ്ശേരി ഞങ്ങൾ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് അങ്ങ് നെടുമ്പാശ്ശേരി ഞങ്ങളങ്ങ് പോകും വീട്ടിൽ. പിന്നെ റീച്ചാനൊക്കെ അവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തിന്. അങ്ങനെയാണ് ഇതുവരെയുള്ള പ്ലാൻ. ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇഡ്ഡലിയും ഇതൊക്കെ കിട്ടിയത് കാര്യമായില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തേനെ? കുത്തുവാളുണ്ട്.
വിശന്ന് പൊരിക്കാൻ ഞങ്ങൾ ഇതിനകത്ത് കയറി കഴിക്കാന്ന് പറഞ്ഞ ഒരു നിവൃത്തിയില്ല. ഇവിടെ അങ്ങനെയുള്ള കടകളൊന്നും ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്ക് ഇഡ്ഡലി കിട്ടി, പൂരി കിട്ടി, നല്ല ചായ, നല്ലൊരു കട, നല്ലൊരു കടയാണ്. ഇതന്നെയല്ലേ നമ്മൾ വൈറ്റ് ഞങ്ങൾ പോകേണ്ട ഫ്ലൈറ്റ്. നാലാണ്. ദിയാക്കുട്ടനും റീച്ച 4ാമത്തെ സീറ്റാണ്. ദിയാക്കുട്ടൻ ലൗലി മമ്മി 10ഉം 11ഉമാണ്. അപ്പയ്ക്കും എനിക്കൂടെ ശരിക്കും 17 17 സിയും 17 ബി ആയിരുന്നു. നിധിക്കുട്ടന് 24 ഡിയും ഡാനപ്പന് 25 ആയിരുന്നു തോന്നുന്നല്ലേ. അപ്പം അതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല. കാരണം മക്കളുടെ കൂടെ ഒരാൾ അപ്പയുടെ കൂടെ ഒരാൾ അമ്മയുടെ കാണാവുന്ന പോലെ അങ്ങനെ ഇരുത്തി. അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. പലയിടത്തായതുകൊണ്ട് ഒരു സങ്കടമുണ്ട്, കുഴപ്പമില്ല. നൂഡിൽസ് എന്താ കഥ? 400 രൂപ. അതിൻ്റെ കൂടെ എനിക്കൊരു ജ്യൂസ് കിട്ടി. ദിയാക്കുട്ടിന് വേണ്ട പറഞ്ഞു, വേണ്ട പറഞ്ഞു, ധൻകുട്ടിനും വേണ്ട പറഞ്ഞു. ദിയാക്കുട്ടാ, ഇത് മോളെ കണ്ടു തുടങ്ങിയോ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് സ്ഥലമായിട്ടില്ല. ആണോ? നമ്മളെന്ത് ചെയ്യും? ആണോ? ഞാനും നിധിക്കുട്ടനും കൂടെ ഫ്ലൈറ്റിൻ്റെ ബാക്കി കൂടെ ഇറങ്ങി. ഞങ്ങളുടെ അപ്പയും റേച്ചാനും നമ്മുടെ അപ്പയും റേച്ചാനും ലവൾ ചേച്ചിയും നിധിക്കുട്ടനും ദാനിക്കുട്ടനും ദിയാക്കുട്ടനുള്ള ഫ്രണ്ടിലൂടെ ഇറങ്ങി. അവർക്ക് ശരിക്കും അങ്ങനെ എന്ത് നമ്മൾ പറയുന്നത് എപ്പോഴും ഞാൻ മറന്നു പോകും. ഫ്ലൈ ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതുവഴി അവർ പോയി. ഞങ്ങൾക്ക് ശരിക്കും ബസ്സിൽ കയറി പോകണമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ബസ്സിലും കയറി, അവർ ഫ്ലൈ ഓവർ ബ്രിഡ്ജിലും കയറി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും അറയിൽസിൽ നിന്ന് അവരെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിക്കൂട്ടെ എന്നെ തിന്നില്ലെന്നേ ഉള്ളൂ. മുഖം നോക്കട്ടെ. നമുക്ക് ഡൊമസ്റ്റിക് അറൈവൽസിൽ നമ്മളെത്തി. നമ്മളിങ്ങനെ ബാഗേജ് എടുക്കുന്നത് അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ബാഗേജ് എടുക്കുന്നുണ്ട് തന്നെ അവരുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അവരെ മീറ്റ് ചെയ്യും. ഞാൻ കാരണം അവൾക്ക് നിധിക്കുട്ടൻ്റെ കൂടെ ദിയാക്കുട്ടൻ്റെ കൂടെയുള്ള 10 മിനിറ്റ് പോയി പോലും. ഒരു വള്ളവും മീൻ പിടിക്കാൻ പോകുന്നവരും ഒക്കെ കണ്ടു. ബാഗേജ് ക്ലിയറൻസ് വീണ്ടും നമ്മൾ താഴേക്ക് പോകണം. തെറ്റിപ്പോയ കുഞ്ഞാടുകളെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കണ്ടു. അതിന് ഇതൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടി. ഞാനിത് ആദ്യമായിട്ട് കാണുന്നിട്ട് ഈ വണ്ടി. ഓട്ടോറിക്ഷയല്ല, കുറേ പേർക്ക് ഒരുമിച്ച് പോകാം. നമ്മുടെ ലഗേജൊക്കെ വെക്കാം. ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ അലഞ്ഞു തിരിയുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുന്നിട്ട് ഈ വണ്ടി. ഓട്ടോറിക്ഷയല്ല, കുറേ പേർക്ക് ഒരുമിച്ച് പോകാം. നമ്മുടെ ലഗേജൊക്കെ വെക്കാം. ഞങ്ങൾ ഏറോ മാളിലൂടെ തേരാ പാര നടക്കും. ഇവിടെ കാണിപ്പോൾ വേണ്ടല്ലോ. ബോട്ടിലെത്തിയിട്ട് ഞങ്ങള് ഇവരെല്ലാം പ്രാർത്ഥന ദൈവം കേട്ടു തോന്നും. അങ്ങനെ
ചിക്കൻ ബിരിയാണി വന്നു, ചേച്ചിയുടെ പെറോട്ട എത്തി, പിള്ളേടെ വന്നിട്ടില്ല. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഫുഡ്? നല്ല ഫുഡാണ്. ചേച്ചി എന്താ കഴിച്ചേ? ആ ചിക്കൻ കറി അല്ലേ? ശരി. പിന്നെ ഞാനും നല്ല നല്ല സ്ഥലമല്ലേ, നമ്മളിത് മിസ് ചെയ്തിരുന്നേ. എയറോ ഹബ് ഓക്കെ. രണ്ടുപേര് വരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഫുഡിനെ പറ്റി എന്ത് പറയാനുണ്ട്? സോ ഗുഡ്. ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളി. ഡിഷാണ്. എയറോ ഹബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എയറോ ഹബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളിങ്ങനെ ദയവായിട്ട് കൊണ്ടുവിട്ടതല്ലേ ഇവിടെ? അകത്തോട്ട് തന്നെ കണക്റ്റഡ് ബ്രിഡ്ജാണ് എന്നാ. നമുക്ക് വെളിയിലൊന്നും ഇറങ്ങണ്ട, നമുക്ക് നേരെ ഇങ്ങോട്ട് വന്ന് ഭക്ഷണമോ നിങ്ങൾക്ക് തുണി എടുക്കണോ എന്തായാലും വരാം. ചെന്നൈ ടു കൊച്ചി ഞങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത എല്ലാവരും ഉണ്ട് അടുത്തടുത്ത്. റീച്ചാനുണ്ട്. റീച്ച ഹായ് ബോലു. റേജി അങ്കിൾ, സൈച്ചാൻ, ഞാന്, പൗൽ ചേച്ചി ഹായ് ബോലു. ഞങ്ങളെല്ലാം അടുത്തടുത്തുണ്ട്. നമ്മൾ ഇതിനകത്ത് ഫിൽറ്റർ കിടപ്പുണ്ട്. നമ്മളിപ്പം ചെന്നൈ എയർപോർട്ട് ഇതാണ് നിൽക്കുന്നത്. ഓക്കെ, ചെന്നൈ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ കയറി ബോർഡ് ചെയ്തു. ഇനി it's time for take off. ബാക്കിൽ റജിയങ്ങളുണ്ട്. അവിടെ അയ്യോ അവിടെ അപ്പയും അമ്മയും ലൗലി മമ്മിയും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇത്തവണ അടുത്തടുത്താണ്. കഴിഞ്ഞ തവണ എല്ലാവരും ചിതറി പോയി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. What is this guy doing? പറ. I hope videos don't get cancelled. അമ്മ ചിലപ്പോഴും ഹോസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോഴോ എന്താ പറയുന്നത് നാളെ ആഷ്ലിൻ വില്യം ഗെറ്റ് ക്യാൻസൽ. അതുപോലെയാണ്. അപ്പം ഇനി ഞങ്ങൾ ടേക്ക് ഓഫ് കാണിക്കും. എടുക്കാൻ പറ്റും. ഡാൻ വീഡിയോ എടുക്കും. കാണണം. 2 മിനിറ്റ് ഉണ്ട്. സമ്മതിക്കില്ല പക്ഷെ കാണാൻ കാണത്തൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അത് ചേച്ചി എന്താ ആ എപ്പിസോഡ് ഹാഫ് ആകുന്നതിന് മുമ്പേ തന്നെ എത്തിയിട്ടുണ്ടോ? നമുക്ക് ആദ്യം ഇപ്പം അരമണിക്കൂറുള്ളൂ. 10:30 എത്തും. അത്രേ ഉള്ളൂ. 1 hour. 1 hour സ്പേസ് തീരും. പറയാനുണ്ടോ?
വെതറാന്ന് പറഞ്ഞു. പക്ഷെ നല്ല ആടിയുള്ളിലുണ്ട്. നമ്മുടെ കൊച്ചി നഗരവും ലൈറ്റും ഒക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ എന്ന് വെച്ചാൽ ഏറ്റവും വേണ്ടി ഇത് കണ്ട് പിന്നെ താഴെ ചെറുതായിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ വലുതായി വരും, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയല്ലേ. ചെറുതായിട്ട് ഇങ്ങനെ വന്ന് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ ഇപ്പോൾ കുറച്ച് വലുതായി, ഇപ്പോൾ കുറച്ച് നമ്മുടെ കെട്ടിടമൊക്കെ കാണാം. നമ്മുടെ വഴിയൊക്കെ കാണാം ഇപ്പോൾ അല്ലേ. നെടുമ്പാശ്ശേരി വഴികൾ, കൊച്ചി പട്ടണം, അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലാൻഡ് ചെയ്യും. സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ കൊൽക്കത്ത ട്രിപ്പും കഴിഞ്ഞിരിക്കുന്നില്ല അവർ ചേച്ചി. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. ബാഗേജ് വരുമ്പോൾ പ്രത്യേക സന്തോഷം. അതോടെ വരുന്നത് ഇത് ഉണ്ട് ബ്ലൂ. അപ്പം എടുക്കുക ബ്ലൂ. ആ രാവിലെ ചേച്ചി കഴിച്ചാനും ഞങ്ങളെല്ലാം കൂടെ എത്തി. ഇനി ഞങ്ങളുടെ അടുത്ത് ഗെറ്റ് ടുഗദർ അയർലൻഡാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നതാണ് അയർലൻഡിൽ. അതിൻ്റെ അടുത്ത ഫ്ലൈറ്റും വന്നു. പക്ഷെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സൂപ്പർ മഴ. ഞങ്ങളിവിടെ കുത്തിയിരിക്കുകയാണ് മഴ. അന്ന് 2:45 കഴിച്ചാനൊക്കെ ഇതെന്താ പറയുക, ട്രെയിൻ ടു TVM. നെടുമ്പാശ്ശേരിയിൽ മഴയൊക്കെ കുത്തി ഇതിന് മഴ കാണിച്ചു കൊടുക്കണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുന്ന് മഴ കാണാൻ ചായയൊക്കെ കുടിച്ച് മഴ പെയ്യുന്നു ഗൈസ്. മഴ എൻ്റെ ബാക്കിലൊക്കെ മഴ പെയ്യുന്ന നല്ല സുഖം. ഞാൻ അങ്ങനെ പ്രസിക്കണ്ട. ഞാൻ വീഡിയോ നോക്കട്ടെ. ഇപ്പൊ നിങ്ങൾ കണ്ടുപോകുന്ന സത്യമല്ലേ ഗൈസ്? അത് അമ്മ വിളിച്ച് കാണിച്ചു. പക്ഷെ നേരെ കണ്ടുപോയില്ല. സങ്കടം ഇത് എയറിൽ പോവാൻ കേട്ടോ ഈ വീഡിയോ മിക്കവാറും നമ്മൾ രണ്ടുപേരും. യെസ് ഓഫ് കോഴ്സ്. എന്നെ ഉമ്മ വെച്ചു കൊല്ലും. ഓ എന്നെ ഉമ്മ വയ്ക്കുമ്പോ ഇവിടെ ക്യാമറ ആരും എടുക്കാത്തോണ്ടാണ്. ഗൈസ് ഷീ ഈസ് എ ബിറ്റ് ഹൈ. കോഫി കുടിച്ചോണ്ട് അല്ലാതെ ട്രാവലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോഴാണ് എവിടെ നിന്ന് പോകുന്ന, എയർപോർട്ടിൽ നിന്ന് പോകുന്നത്. റീച്ചാനൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടണം. അവർക്ക് 2:45 ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ പട്ടാമ്പി. ഇല്ല മക്കളെ? അതെ അവർക്ക് പ്രീപെയ്ഡ് ഇതിനകത്ത് ഞങ്ങളുടെ ഡിക്കിക്കകത്ത് ലഗേജ് എല്ലാം അവിടെ കയറില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ പ്രീപെയ്ഡ് ടാക്സി പിടിച്ചു. കൊച്ചി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് കുടിലയിലേക്ക് ആലുവ.
നമ്മൾ രാത്രി 4 റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കുത്തിയിരിക്കണം. അത് ഫസ്റ്റ് തന്നെയായിരുന്നു അതിൽ എഴുതിയിരുന്ന ഫസ്റ്റ് ഈ ആണോ? ആളെ എറണാകുളത്ത് അങ്ങോട്ടല്ലേ ഞങ്ങൾ വണ്ടിക്കകത്ത് ഉണ്ടല്ലോ. സ്കൂൾ സ്റ്റുഡൻ്റ് നമുക്ക് അതാണ്. ഓക്കെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കോട്ടയം വഴി പോകുന്ന ട്രെയിൻ നമ്പർ 166-30 മംഗളൂർ തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ആലപ്പാട് സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. यात्रियों कृपया ध्यान दीजिए कोट्टयम से होकर जाने वाली गाड़ी नंबर 166 യാത്രകൾക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയി ഇവിടെ ആയിരുന്നു. പറയൂ ഞങ്ങളങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിട്ടു കേട്ടോ. നെടുമ്പാശ്ശേരി അല്ല, സോറി, ആലുവയിൽ നിന്ന് യാത്ര തുടർന്നു. ഞങ്ങൾ പട്ടാമ്പിക്ക് വരുവാണ്. ഏകദേശം വെളുപ്പിനാവുമായിരിക്കും. അവിടുന്ന് 3:45 ആകുന്നു നമ്മൾ തിരിച്ചപ്പോഴത്തേക്ക്. ഞങ്ങളുടെ വീടെത്തിയിരിക്കുന്നു പട്ടാമ്പിയിലേക്ക്. കാറങ്ങനെ വളഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആശ്വാസം. 6 മണിയായി തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ഞങ്ങളുടെ വണ്ടി സ്ഥിരം ഇടുന്ന സ്ഥലത്ത് സ്ഥലമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ റൈറ്റിലേക്ക് കയറ്റി. അപ്പം ഞങ്ങളുടെ കൊൽക്കത്ത ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നല്ലൊരു സമയമായിരുന്നു കേട്ടോ. നല്ലൊരു സമയമായിട്ട്. അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ടാറ്റാ.